ലോഗ് ഔട്ട് C5 റിലീസായിട്ടുള്ള ഒരു ഹിന്ദി ക്രൈം ത്രില്ലർ സിനിമയാണിത്. അമിത് ഗോലാനി സംവിധാനം ചെയ്ത് ബബിൽ ഖാൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. പ്രത്യൂഷ് എന്നൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ കഥയാണിത്. 10 മില്യൺ ഫോളോവേഴ്സ് ആകാൻ പോകുന്ന സമയത്ത് ഇയാൾക്ക് ഒരു ഫാൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ രാത്രിയിലാണ് കഥ നടക്കുന്നത്. ഒരു നല്ല സൈബർ ക്രൈം ത്രില്ലർ ആണിത്. ആദ്യം മുതൽ തന്നെ നമ്മളെ ഹുക്ഡ് ആക്കി നിർത്താനായിട്ട് പടത്തിന് സാധിക്കുന്നുണ്ട്. എൻഗേജിംഗ് ആയിട്ടുള്ള പടമാണ്. ഒട്ടും നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്നുള്ളതും ഇതിന്റെ പോസിറ്റീവാണ്. സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ അഡിക്ഷനെ കുറിച്ച്, അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം ആണ് കഥയിൽ ഉദ്ദേശിക്കുന്നതെങ്കിലും അവർ പേരൊക്കെ മാറ്റി വേറൊരു സാങ്കല്പിക ആപ്പായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് വേണ്ടി നിർമ്മിച്ച ഒരു ജയിലാണ്. അതിൽ 7 ബില്യൺ ജയിൽ പുള്ളികൾ ഓൾറെഡി ഉണ്ട്. സോ അതിനെ സെൽഫോൺ എന്ന് വിളിക്കുന്നത് എത്ര അർത്ഥവത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് തന്നെ. സത്യമല്ലേ? സെൽ ഫോൺ. പടത്തിന്റെ റൺ ടൈമും വളരെ കുറവാണ്. അതും ഈ പടത്തിന്റെ പോസിറ്റീവായിട്ട് പറയാം. പെർഫോമൻസിൽ ബബിൽ ഖാൻ നമ്മുടെ അനശ്വരനായ ഇർഫാൻ ഖാന്റെ മകനാണ്. പുള്ളിയാണ് നായകനായിട്ടുള്ള പ്രത്യൂഷിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. കിടു പെർഫോമൻസ് ആയിരുന്നു. പയ്യൻ ഒറ്റയ്ക്ക് സിനിമ മുഴുവൻ തന്റെ തോളിലേറ്റി എന്ന് തന്നെ പറയാം. ഒരു കരച്ചിൽ സീനൊക്കെ പടത്തിലുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബബിലിന്റെ പഴയ സിനിമകളും സീരീസും ഒക്കെ ഞാൻ കണ്ടപ്പോഴും റിവ്യൂ ചെയ്തപ്പോഴും അദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതിലും അദ്ദേഹം മികച്ചൊരു നടനാണെന്ന് വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. ബബിലിന്റെ പെങ്ങളായിട്ട് വന്ന രസിക ദുഗ്ഗൽ, മാനേജർ JD ആയിട്ട് വന്ന ഗന്ധർവ് ദേവൻ, പിന്നെ സാക്ഷിയായിട്ട് വന്ന നിമിഷ നായർ. വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ പടത്തിലുള്ളൂ. അതും ബബിലിന്റെ ക്യാരക്ടർ മാത്രമാണ് പടം മുഴുവനും ഉള്ളത്. എല്ലാവരും നൈസായിരുന്നു. പൂജ S ഗുപ്തയാണ് ഇതിന്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത്. അതാനു മുഖർജിയാണ് എഡിറ്റർ. നല്ല ക്യാമറയും ലൈറ്റിംഗും കളർ ഗ്രേഡിങ്ങും എഡിറ്റിംഗും പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ ഡിസൈൻ എന്നിവയും കൊള്ളാം. വിശ്വപതി സർക്കാരാണ് സിനിമയുടെ രചന നിർവഹിച്ചിട്ടുള്ളത്. കഥയുടെ എൻഡിങ് എനിക്ക് അത്ര പോരാ എന്നാണ് ഫീൽ ചെയ്തത്. ഇതിലെ വില്ലൻ ക്യാരക്ടറിന്റെ കുറെ കാര്യങ്ങൾ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കേണ്ടിയിരുന്നു എന്ന് ഫീൽ ചെയ്തു. അത്രയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്ന് നമുക്കും കൂടി ഒന്ന് കൺവിൻസ് ആവണമല്ലോ. അതുപോലെ കഥയിൽ കുറേയധികം ലൂപ്പ് ഹോൾസും അവിടെയൊക്കെ ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ച് പോരായ്മകൾ സിനിമയ്ക്കുണ്ട്. ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഡീസന്റ് വാച്ച് സൈബർ ക്രൈം ത്രില്ലർ ആണ് ലോഗ് ഔട്ട്. സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിരിക്കുന്ന ആളുകളെ ഒന്ന് കണ്ണു തുറപ്പിക്കുന്ന ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. പടം C5 അവൈലബിൾ ആയിട്ടുള്ളത്. ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു. ഹിന്ദിയിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. 18+ ഒന്നുമല്ല. എല്ലാവർക്കും കാണാവുന്ന സിനിമയാണ്. 1 മണിക്കൂർ 45 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.